തമിഴ്നാട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി തത്തകളെ എത്തിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. ഇടുക്കി ഫോറസ്റ്റ് ഫ്ലൈയിംഗ് സ്ക്വാഡാണ് തമിഴ്നാട് സ്വദേശികളായ 3 സ്ത്രീകളെ പിടികൂടിയത്. വിൽപ്പനയ്ക്ക് എത്തിച്ച 139 തത്തകളെ ഇവരുടെ കയ്യിൽ നിന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. ഇടുക്കി തങ്കമണി പ്രകാശിൽ പൊതുനിരത്തിൽ വെച്ച് തത്തകളെ ജോഡികളായി വിൽപ്പന നടത്തുകയായിരുന്നു. ഇന്ത്യൻ വൈൽഡ് ലൈഫ് ആക്ട് ഷെഡ്യൂൾ 2 വരുന്ന റോസ് റിംഗ്ഡ് എന്ന ഇനം തത്തകളെയാണ് വിൽപ്പനയ്ക്കായി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തിച്ചത്. ഇവയെ വിൽപ്പന നടത്തുവാനോ വളർത്തുവാനോ പാടില്ല. ഇടുക്കി ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ പിടികൂടിയ പ്രതികളെ തുടരന്വേഷണത്തിനായി അയ്യപ്പൻകോവിൽ റേഞ്ച് ഓഫീസർക്ക് കൈമാറി. ഇന്ത്യൻ വൈൽഡ് ലൈഫ് ആക്ട് 1972 ഷെഡ്യൂൾ 2 വരുന്ന വന്യജീവിയുടെ ഭാഗത്തിൽപ്പെടുന്ന ബേഡ്സിൽ വരുന്നതാണ്. ഇപ്പോഴും പലർക്കും അറിയത്തില്ല ഇത്തരം മൃഗങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന പക്ഷികളെ ഷെഡ്യൂളിൽ വരുന്ന നമുക്ക് വീടുകളിൽ കൂട്ടിലടച്ചിട്ട് വളർത്താൻ പാടില്ലാത്ത പക്ഷികളിൽപ്പെടുന്ന ഇതാണ് ഈ തത്തകൾ. തമിഴ്നാട് സ്വദേശികളായ ജയവീരൻ, ഇലവഞ്ചി, ഉഷ ചന്ദ്രശേഖരൻ എന്നീ 3 സ്ത്രീകളെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. പിടികൂടിയ 139 തത്തകളിൽ 6 എണ്ണം ചത്ത നിലയിലുമായിരുന്നു. തത്തകളെ എവിടെ നിന്നാണ് പിടികൂടിയതെന്നും എങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തിച്ചതെന്നും സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളും ഇവരിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. പിടികൂടിയ തത്തകളെ വനത്തിൽ തുറന്നുവിടുമെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കുമളി.